അങ്ങനെ ഇതേ ട്രെയിനൊക്കെ കയറി ഞങ്ങൾക്ക് ഇതേ തിരക്കൊന്നും ഇല്ലാത്തതുകൊണ്ട് സീറ്റൊക്കെ കിട്ടിയിട്ടോ. അങ്ങനെ 3 മണിക്കൂറിൻ്റെ യാത്രയാണ് ഫറോക്ക് ടു ചാലക്കുടി. അങ്ങനെ ഇതേ എൻ്റെ ഒരു ഫ്രണ്ട് ബൈക്കിൽ കയറാണ്ടായിരുന്നു കേട്ടോ. അവളെ ഞാൻ ചെന്നൈ എക്സ്പ്രസ്സിൽ ഷാറൂഖ് ഖാൻ ദീപിക പദുക്കോണിനെ കയറ്റുന്ന പോലെയൊക്കെ ആയിരുന്നു കേട്ടോ കയറ്റിയത്. അതിൻ്റെ ക്ഷീണത്തിലിരിക്കുകയാണ് അവൾ. അതൊന്നും വീഡിയോ എടുക്കാൻ പറ്റിയില്ല. സാരമില്ല, നമുക്കിനി അടുത്ത പ്രാവശ്യം എന്തെങ്കിലും ട്രൈ ചെയ്യുന്നതാണ്. അങ്ങനെ ഇതേ കുറേ നേരം ഞങ്ങൾക്ക് ബോറടി ഇരുന്നിട്ട് കുറേ ഫോൺ നോക്കിയിരുന്നു. വീഡിയോ എടുത്തും ഫോട്ടോ എടുത്തും കുറേ ഉറങ്ങിയൊക്കെ ഞങ്ങൾ എങ്ങനെയൊക്കെയോ 3 മണിക്കൂറാക്കി. അങ്ങനെ ഞങ്ങൾ ഒടുവിൽ ചാലക്കുടി റെയിൽവേ സ്റ്റേഷനിൽ എത്തിയിട്ടോ. അവിടുന്ന് നമ്മൾ ഇനി നേരെ KSRTC സ്റ്റാൻഡിലോട്ടാണ്. അപ്പോൾ അവിടുന്ന് കുറച്ചധികം പോകാനുള്ളത് കൊണ്ട് തന്നെ ഞങ്ങളിതേ അവിടുന്ന് ഓട്ടോ പിടിച്ചാട്ടോ പോകുന്നത്. അങ്ങനെ ഇതേ ഓട്ടോയിലൊക്കെ കയറി നല്ല രസമായിരുന്നു കേട്ടോ. നമുക്ക് എന്താ പറയുക, പോകുന്ന വഴിക്കൊക്കെ വെച്ച് കുറേ ചെറിയ ചെറിയ വീടുകളും അങ്ങനെ കുറേ സ്ഥലങ്ങളൊക്കെ കണ്ട് അങ്ങനെ ഇതേ നമ്മളിതേ പോയിക്കൊണ്ടിരിക്കുകയാണ്. അവിടെ അടുത്താണെന്നാണ് ഇവർ പറഞ്ഞത്. പക്ഷേ ഞങ്ങൾക്ക് കുറച്ച് ലോങ് ആയിട്ട് തോന്നി, കാരണം ഫസ്റ്റ് ടൈം പോകുന്നത് കൊണ്ടായിരിക്കാം. അപ്പോൾ ഇതാട്ടോ ഞാൻ പറഞ്ഞ വീടുകൾ നല്ല രസമുണ്ടായിരുന്നു. അങ്ങനെ ഇത് ഒടുവിൽ നമ്മളിത് ചാലക്കുടി KSRTC സ്റ്റാൻഡിലെത്തി. അവിടുന്ന് ബസ് ടൈം ചോദിച്ചപ്പോൾ അവർ 1:45 കേട്ടോ പറഞ്ഞിരുന്നത്. പിന്നെ ഞങ്ങളിതേ അതുവരെ അവിടെ വെയിറ്റ് ചെയ്തിരുന്നു. അപ്പോഴും നമുക്ക് ഫോട്ടോസും വീഡിയോസും എടുക്കൽ നിർബന്ധമാണല്ലോ. അങ്ങനെ കുറേ ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്ത് അപ്പോഴാണ് ഇതേ ഈ ബീച്ചിലൊക്കെ കാണുന്ന പോലത്തെ ഒരു മരം കണ്ടു കേട്ടോ. നല്ല രസമുണ്ടായിരുന്നു. അതേപോലെ സ്കൈ കാണാനും നല്ല രസമുണ്ടായിരുന്നു കേട്ടോ.